മാസക്കാലം എത്ര കഷ്ടപ്പെട്ടു, ഇബ്ലീസിനെ പരാജയപ്പെടുത്തി, നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഖുർആൻ ഓതി, നന്മകൾ ചെയ്തു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. പക്ഷെ നാളെ വൈകുന്നേരം കഴിഞ്ഞാൽ റമദാൻ 30 കഴിഞ്ഞാൽ കെട്ടിക്കിട്ടിരിക്കുന്ന ഈ ഇബ്ലീസുകളെ മുഴുവനും മലക്കുകൾ അങ്ങോട്ട് അഴിച്ചുവിടും. സർവ്വതും വരും, പൂർവാധികം ശക്തിയോടുകൂടി അതെല്ലാം നമ്മളിലേക്ക് കടന്നു വരും. ഇതിനെന്നറിയോ? ഒരു മാസക്കാലം ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഈമാൻ തകർത്ത് കളയാൻ ഒരൊറ്റ നിമിഷം കൊണ്ട്. ഫർദ് പോലും നിസ്കരിക്കാത്തവർ എത്രയോ പേര് പള്ളിക്കകത്ത് വന്ന് തസ്ബീഹ് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, എന്തെല്ലാം നിസ്കരിച്ചു. ഈ നിസ്കരിച്ച നമ്മളെ പെരുന്നാളിൻ്റെ അന്ന് സുബഹി നിസ്കരിക്കണ എത്ര പേരാവുള്ളേ? പെരുന്നാളിൻ്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന എത്ര പേരാവുള്ളേ? ഒരൊറ്റ വക്കത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസക്കാലത്തിൽ ഒരു വക്കത്ത് പോലും മുടക്കാത്ത നിന്റെ ഒരു വക്കത്ത് നിസ്കാരം ഈ റമദാൻ കഴിഞ്ഞാൽ, ഇബ്ലീസ് മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ കഷ്ടപ്പെട്ടത് കൊണ്ടും ഈ പട്ടിണി കിടന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർവ്വ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, നമ്മുടെ നമ്മളുടെ ശരീരത്തിനോട് നമുക്ക് പോരാടി പരാജയപ്പെടുത്താൻ കഴിയണം. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കരയുകയാ. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കരയുകയാ. കാരണം പരിശുദ്ധമായ റമദാൻ വിട്ടുപിരിയുന്നതോർത്തിട്ട് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കരയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. ആ റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും റമദാൻ മാസം നമ്മളെ മറക്കാൻ കഴിയാത്ത രീതിയിൽ ആ പരിശുദ്ധമായ റമദാനിനെ നമുക്ക് യാത്രയാക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പുതുവസ്ത്രം വാങ്ങാനുള്ള തിരക്കുകളിലാണ് പലരും. കടകൾ കയറിയിറങ്ങി നടക്കാതെ അള്ളാഹു തന്നിരിക്കുന്ന ഈ അവസാന സമയത്ത് പടച്ചറപ്പിന്റെ മുന്നിലിരുന്ന് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട സമയമാ. അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും എണ്ണി പറയേണ്ട സമയമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യ്. നിങ്ങളുടെ ദുആകൾ നിങ്ങൾ അധികരിപ്പിക്ക്. ദുആയ്ക്ക് ഉത്തരമുള്ള മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ.